അപ്പോൾ നമുക്കിന്നൊരു കല്യാണം കൂടാൻ പോയാലോ? വേറെ ആരെയല്ല, ഞങ്ങളെ കുഞ്ഞേടെ ആട്ടോ, ചിന്നുകുഞ്ഞിയുടെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും നന്ദനയും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുക്കൻ കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ അങ്ങ് മണ്ഡപത്തിൽ ഞങ്ങൾ പോയി. അങ്ങനെ ദാണ്ട് ഇതാട്ടോ ചിന്നി ചേച്ചി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ചിന്നി ചേച്ചിയുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കൻ കൂട്ടർ വന്ന് പിന്നെ കുറച്ച് അവരുമായിട്ട് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്നി ചേച്ചി ദാണ്ട മണ്ഡപത്തിലോട്ട് കയറാൻ പോകട്ടോ. അച്ഛൻ ദാണ്ട മണ്ഡപത്തിലോട്ട് കയറ്റി. ചേച്ചി അങ്ങനെ ദാണ്ട അവിടെ ഇരുന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഈ കല്യാണത്തിന് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് താലി കെട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ തലകുത്തനായി പോയോണ്ട്. അപ്പം നിങ്ങളതൊന്ന് ക്ഷമിക്കണം. അങ്ങനെ അവർ ദാണ്ട മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരനും സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അവരെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ തുണിയൊക്കെ കൊടുക്കില്ലേ, സാരിയൊക്കെ, അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ മണ്ഡപത്തിൽ അവർ കയറി. അങ്ങനെ അപ്പോഴത്തേക്കും നല്ല ശക്തിയായിട്ട് മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, എല്ലാവരും മഴയത്ത് ആകെ ഒരു ക്ഷീണിച്ചൊക്കെ ആയിരുന്നു മണ്ഡപത്തിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവരെ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ വന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നന്ദന ഞാനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് അവൾ മിണ്ടാതെ ഇരിക്കുക കേട്ടോ ദേഷ്യത്തിൽ. പിന്നെ ഞാനും അമ്മയും പിന്നെ കുറച്ച് പോസൊക്കെ കൊടുത്ത് അങ്ങ് ഇരുന്നു. അപ്പോഴത്തേക്കും ദാണ്ട ഇല വന്നു. പിന്നെ വിളമ്പുകാരും വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങളിതാ സദ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആദ്യം തന്നെ ഇതാ പച്ചടി കിച്ചടി എന്നാണ് പറയുന്നത്. അതിലൊരു വെള്ളക്കുട്ടൻ വന്നു. പിന്നെ പപ്പ വിളമ്പിയ പൈനാപ്പിൾ കറി, പിന്നെ ഇഞ്ചിക്കറി വന്നു, പിന്നെ ഒരു പിങ്ക് കറി വന്നു. പിന്നെ എന്തൊക്കെയോ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ മാങ്ങാച്ചാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയൽ വന്നു. പിന്നെ ഗ്ലാസ് വന്നു, വെള്ളം വന്നു. പിന്നെ വെള്ളം വന്നു. പിന്നെ അങ്ങനെ ദാണ്ട് വെള്ളങ്ങളും വന്നു. അത് കഴിഞ്ഞ് തോരൻ വന്നു. പിന്നെ ആണെങ്കിൽ നമ്മൾ അപ്പൂപ്പൻ്റെ ചോറൊക്കെ നല്ല ചൂട് ചോറ് വിളമ്പി. പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ ചിപ്സും ശർക്കര വരട്ടിയും വന്നു. പിന്നെ ആണെങ്കിൽ അവർ ഈ കല്യാണക്കാരെ ഫോട്ടോ വെച്ചിട്ട് അവരെ ഫോട്ടോയിൽ മിഠായി അടിച്ചു തരുന്നൊരു ഇതില്ലേ, ഇതേ കണക്കും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചീനെ യാത്ര കഴിക്കാനായിട്ട് എല്ലാവരും വന്നു. അങ്ങനെ എല്ലാവരും തന്നെ മുത്തൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ തന്നെയായിട്ട് നമ്മൾ യാത്രയൊക്കെ അയച്ചത്. ഭാഗ്യത്തിന് ചേച്ചി യാത്ര അയച്ചപ്പോഴൊന്നും മഴയുണ്ടായിരുന്നില്ല. ഞങ്ങൾ സദ്യ കഴിച്ച് തീർന്നപ്പോഴും മഴ തോന്നും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ചെളിയിൽ കൂടി നമ്മളെല്ലാവരും കോടയൊക്കെ പിടിച്ച് പോവേണ്ട അവസ്ഥ വന്നാണ്. പക്ഷേ ഇതെന്തായാലും വന്നിട്ടില്ല. അങ്ങനെ അവർ ദാണ്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടെ എല്ലാവരോടും. അവസാനം നമ്മളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അവർ ദാണ്ട് ഇറങ്ങി. കാറിലാട്ടോ അവർ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ദാണ്ട് നല്ല സന്തോഷത്തോടെ ടാറ്റയൊക്കെ കൊടുത്തങ്ങ് വീടാണ്. അങ്ങനെ എല്ലാവരെയും എന്താ പറയുക, അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നന്ദനയ്ക്കൊക്കെ ചേച്ചി ടാറ്റ കൊടുത്ത് അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വണ്ടിയുടെ പുറകെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ദാണ്ട കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദാണ്ട് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോഴത്തേക്കും കുക്കു ആൻറ്റി വന്നു ഞങ്ങളെയും കൂടി വീഡിയോ ഉൾപ്പെടുത്താനും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് പിന്നെയും പന്തലത്തിൽ വന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വീട് അടുത്താണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് പോകാനൊന്നും നിൽക്കണ്ട. പിന്നെ അവിടെ കിടന്ന നെല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിയായിരുന്നു. ഇത് ഞാൻ കാണാതെ അമ്മ എടുത്ത വീഡിയോ ആണ്. ആ സമയത്ത് മഴയൊക്കെ തോന്നുന്ന പുറത്ത് ഭയങ്കര ചെളിയാണ്, മഴയൊക്കെ തോന്നുന്ന എന്നൊരവസ്ഥ ഇരിക്കുവാണ്. അങ്ങനെ പിന്നെയും അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാട്ടോ തിരിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും പന്തലിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കേട്ട് ഡാൻസായി, എല്ലാവരും കളിയായി. അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി ഒരു പരിപാടി ഇല്ലെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അതെന്തായാലും നന്ദനയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ വരാം. എല്ലാവർക്കും ബൈ ആൻഡ് സീ യു.